ഇന്നത്തെ ബിഗ് ബോസിന്റെ ലൈവില് ജാസ്മിനെ കൂവി കളിയാക്കി ഒരുപാട് ട്രിഗർ ചെയ്തിരുന്നു ജിൻഡോ. പക്ഷെ ഇതിന്റെയൊക്കെ പിന്നില് സായിയാണ് ജിൻഡോയോട് പറഞ്ഞത് ജാസ്മിൻ മൈക്ക് ധരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പിരികേറ്റി കൊടുത്തത് സായിയാണ്. പക്ഷെ അത് പ്രവർത്തിച്ചത് ജിൻഡോ ആണ്. സായി സത്യം പറഞ്ഞാൽ ജിൻഡോയെ കൊണ്ട് അത് പറയിപ്പിക്കുകയാണ് ചെയ്തത്. പ്രശ്നം ഉണ്ടായത് ജിൻഡോയും ജാസ്മിനും തമ്മിലാണ്. ജാസ്മിൻ ഓൾറെഡി ഇന്നലത്തെ ആ ഒരു പ്രശ്നം കാരണം ലാലേട്ടൻ മുന്നിൽ വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ ഒരു റിലേഷൻഷിപ്പിനെയൊക്കെ പൊളിച്ചടുക്കിയത് കൊണ്ട് തന്നെ ജാസ്മിനും ഗബ്രിയും ഓൾറെഡി ഇന്ന് മാനസികമായിട്ട് തളർന്നിരിക്കും. ആ ഒരു സമയത്താണ് ജിൻഡോ കയറി ഈ ഒരു കളി കളിച്ചത്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു അത് ജിൻഡോയെ തന്നെ ആയിരിക്കും. കാരണം ഏതൊരാൾ മാനസികമായിട്ട് ഇങ്ങനെ തളർന്നിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മെന്റലി ഡൗൺ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീണ് കിടക്കുന്ന ഒരാളെ അടിക്കുക എന്നൊക്കെ പറയില്ലേ, അതേമാതിരി ഒരു പരിപാടിയാണ് ജിൻഡോ കാണിച്ചത്. ഓൾറെഡി ജാസ്മിനെ ചൊറിയാൻ വേണ്ടി ജിൻഡോ പോയ സമയത്ത് സിബിൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നു, എടാ വീട് കിടക്കുന്ന ആളെ അടിക്കലടാ, അവിടെ മിണ്ടായിരിക്കുമല്ലേ, എന്തേലും കാണിച്ചോട്ടെ, അവിടെ ഇരുന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. അതൊന്നും വകവെക്കാതെ ജിൻഡോ കയറി വീണ്ടും കയറി അങ്ങോട്ട് കയറി ചൊറിയുന്നുണ്ട്. അവസാനം ജാസ്മിൻ പൊട്ടിക്കരഞ്ഞ് കൺഫെഷൻ റൂമിലേക്ക് പോകുന്നു. ഇതാണ് അവിടെ സംഭവിച്ചത്. ഇതില് ജാസ്മിനും ജിൻഡോയും തമ്മിൽ അടിയുണ്ടാക്കാൻ പിരികേറ്റി കൊടുത്തത് സായി ആണെങ്കിലും അടി ഉണ്ടാക്കിയത് ജിൻഡോ ആണ്. അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നതും ജിൻഡോയാണ്. കാരണം ഏതൊരാൾ മാനസികമായിട്ട് തളർന്നിരിക്കുന്ന സമയത്ത് പ്രേക്ഷകർ അവരുടെ കൂടെ ആയിരിക്കും. ജാസ്മിൻ എത്രയൊക്കെ കുറ്റവാളിയാണെന്ന് പറഞ്ഞാലും ഒരാൾ തളർന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാളെ പോയി ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ അത് ട്രിഗർ ചെയ്യുന്ന ആൾക്ക് അത് മോശമായ രീതിയിൽ ബാധിക്കത്തുള്ളൂ. കാരണം ഏതൊരാളും നിസ്സഹായമായിട്ടിരിക്കുന്ന സമയത്ത് അയാളെ കൂടുതൽ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ആ വേദനിപ്പിക്കുന്ന ആൾക്കെതിരെ എന്തായാലും ആൾക്കാർ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ആ ഒരു ജിൻഡോയുടെ ഒറ്റ പ്രവൃത്തി കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നതും ജിൻഡോയെ തന്നെയായിരിക്കും.